കോഴിക്കോട് ഫാർമസി വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണാടിക്കൽ സ്വദേശി ആണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് യുവതിയുടെ ആത്മഹത്യ എന്നതാണ് വിവരം. ചേതൻ സാജൻ ചേരുകയാണ്. ചേതൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസിൽ നിന്ന് മനസ്സിലാകുന്നത്? അസിത, കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഈ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ആൺസുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലീസ് ചുമത്തുകയായിരുന്നു. ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായി ഇതേ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്നത്. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി പഠിക്കുകയായിരുന്ന ആയിഷ റഷയാണ് കഴിഞ്ഞ ദിവസം ഈ ആൺസുഹൃത്തിന്റെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ആൺസുഹൃത്തായ ബഷീറുദ്ദീൻ പുറത്തുപോയി തിരിച്ചു വന്നപ്പോഴാണ് ഇത്തരത്തിൽ വാടക വീട്ടിന്റെ ഉള്ളിൽ ആയിഷ റഷ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല. ഈ ആയിഷ റഷയുടെ മരണത്തിലാണ് ചില അവ്യക്തതകളൊക്കെ ഉണ്ടെന്ന കുടുംബവും അതുപോലെ തന്നെ ആയിഷ റഷയുടെ സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നു. ഈ സുഹൃത്തായ ബഷീറുദ്ദീൻ ആയിഷ റഷയെ ബ്ലാക്ക്മെയിൽ ചെയ്തതായും അതുപോലെ തന്നെ ചില ഭീഷണി മുഴക്കിയതായുമാണ് ആയിഷ റഷയുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ കുടുംബവും ആരോപിക്കുന്നത്. ഈ മരണത്തിൽ ചില ദുരൂഹത ഉണ്ടെന്നും അത് എത്രയും പെട്ടെന്ന് പോലീസ് പരിശോധിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഏതായാലും കഴിഞ്ഞ ദിവസം ഇത് പോസ്റ്റ്മോർട്ടം യുവതിയുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. മൃതദേഹം ബന്ധുക്കൾക്കും വിട്ടു നൽകിയിരുന്നു. ഏതായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ ആൺസുഹൃത്തായ ബഷീറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളെ വൈകാതെ കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ചേതൻ സാജൻ.